ഇൻഫോഷേത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു വീഡിയോയിൽ നമ്പർ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ നമ്പർ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ, 0ഉം 1ഉം മാത്രം. പക്ഷേ 2 ഡിജിറ്റ്സേ ഉള്ളൂ എങ്കിലും നമുക്ക് ഈ ബൈനറി നമ്പർ സിസ്റ്റം പഠിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഈ നമ്പർ സിസ്റ്റത്തിൽ എത്ര വലിയ ഡിജിറ്റ്സ് വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ 1 ലാഖോ അല്ലെങ്കിൽ 10,000ഓ 50,000ഓ ഒക്കെ നമുക്ക് ഈ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. 0ഉം 1ഉം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും. പക്ഷേ അതിനകത്ത് നമ്മൾ 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 0നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, 1ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 10നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ 10നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1010 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം ഈ ബൈനറി നമ്പറിൽ 1ഉം 0ഉം മാത്രമേ ഉള്ളൂ. കോമ്പിനേഷൻസ് ഓഫ് 1 and 0 വി ക്യാൻ യൂസ് നത്തിങ് എൽസ്. ഇതിനകത്ത് ഈ 15നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 1 1 1 ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു 10,000ഓ അല്ലെങ്കിൽ ഒരു 5,000ഓ 100ഓ ഒക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എങ്കിൽ പോലും അപ്പോൾ അതിനൊക്കെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ആ കാൽക്കുലേഷനെ പറ്റിയൊക്കെ നമുക്കൊരു മറ്റൊരു വീഡിയോയിലൂടെ, അത് കുറച്ചും കൂടെ ലെങ്തി വീഡിയോ ആയിരിക്കും. പക്ഷേ 1 to 15 വരെയുള്ള ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മാത്സിലൊക്കെ ഉപയോഗിക്കുന്ന 0 to 9 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സിൻ്റെ 1 to 15 നമുക്ക് എങ്ങനെ ഒരു ബൈനറി നമ്പറിൽ ഈസി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാനൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. നമ്മൾ ഡെസിമൽ നമ്പർ 0 1 2 3 4 5 6 7 8 9 11 12 13 14 15 ഇങ്ങനെ എഴുതുക. അതിനുശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന നമ്പർ സിസ്റ്റത്തിൽ 0ഉം 1ഉം വരുന്ന കോമ്പിനേഷൻസ് മാത്രം എഴുതാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ പഠിച്ചിരിക്കുന്ന നമ്പർ സിസ്റ്റത്തിൽ 0ഉം 1ഉം വരുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? ആദ്യം 0 ഉണ്ട്, പിന്നെ 1 ഉണ്ട്, പിന്നെ വരുന്ന ഏതാണ്? 0ഉം 1ഉം വരുന്ന കോമ്പിനേഷൻ ഏതാണ്? 10 ഉണ്ട് അല്ലേ? പിന്നെ വരുന്ന ഏതാണ്? 0ഉം 1ഉം മാത്രം വരുന്ന കോമ്പിനേഷൻ 11 ഉണ്ട്. പിന്നെ വരുന്ന ഏതാണ്? 100 ആണ്. പിന്നെ വരുന്ന ഏതാണ്? 101 ഉണ്ട്. അതിനുശേഷം 110 ഉണ്ട്, പിന്നെ 111 ഉണ്ട്. അതിനുശേഷം വരുന്ന എത്ര? 1000 ആണ് വരുന്നത് അല്ലേ? 1000 വരും. പിന്നെ 1001 വരുന്നുണ്ട്, പിന്നെ 1010 വരുന്നുണ്ട്. അതിനുശേഷം എന്താണ്? 1011 വരുന്നുണ്ട്. 1011 ശേഷം ഏതാണ്? 1100 ആണ്. പിന്നെ 1101 ഉണ്ട്, പിന്നെ 1110 ഉണ്ട്. അതിനുശേഷമാണ് 1111 വരുന്നത്. നമ്മളിങ്ങനെ ഈ ഓർഡർ തെറ്റാതെ നമ്മൾ കൃത്യമായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ നമുക്ക് കിട്ടും. 4ൻ്റെ ബൈനറി നമ്പർ 100 ആണ്. നമ്മളത് ഒന്നും അറിയാതെ നമ്മൾ ജസ്റ്റ് ഒരു ഓർഡർ കീപ്പ് ചെയ്ത് എഴുതിയത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഒരു 25ൻ്റെയോ 30യുടെയൊക്കെ കിട്ടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഓർഡർ തെറ്റാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. അപ്പോൾ അത് അല്ലാതെ നമുക്കൊരു ഡെസിമൽ നമ്പർ, ഇപ്പോൾ ഒരു എത്രയാണ്, ഒരു 125 എന്നുള്ള ഡെസിമൽ നമ്പർ തന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു കാൽക്കുലേഷനുണ്ട്. നമുക്കത് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു 1 to 15 ഡെസിമൽ നമ്പേഴ്സിൻ്റെ ബൈനറി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു സെക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോക്ഷേത്ര. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.